ട്രംപിന്റെ പ്രതികരണം. Key leaders, I can see that by the way you all know him, helping to drive the American energy surge. Like this is a surge like nobody's ever seen. Jesse, come on up and say a few words. Wow. Good afternoon, everyone. You know I've been on this cargo dock probably 1,000 times, but I never... വലിയ ആക്രമണമാണ് നടന്നിരിക്കുന്നത് എന്ന് അമേരിക്കയും സ്ഥിരീകരിക്കുകയാണ്. അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ആക്രമണം എന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ആണവായുധങ്ങളിൽ നിന്ന് ഇറാനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്, ആണവായുധ ശേഖരം ഇല്ലാതാക്കുക എന്നുള്ള കാര്യം കൂടി ലക്ഷ്യമിടുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ഉള്ള കാര്യം എന്നും ട്രംപ് പറയുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. മൂന്നാം വട്ട ചർച്ച പരാജയപ്പെട്ടതിന് തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. ഇനി വരാൻ പോകുന്ന ചർച്ചകളിൽ അതിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ലക്ഷ്യം ഈ ആക്രമണത്തിനുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിനാൽ തന്നെയാണ് മുൻകരുതൽ ആക്രമണം എന്ന രീതിയിൽ ഇത്തരത്തിലൊരു ആദ്യ പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതും ഇറാനെ ഈ ചർച്ചയുടെ ടേബിളിലേക്ക് വരുമ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ലക്ഷ്യവും ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, മറ്റു വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ട്രംപിൻ്റെതായുള്ള പ്രതികരണം ഇങ്ങനെയാണ്. അതിനെ നിർമ്മൽ കാണുന്നത് അത് ട്രംപിന്റെ നറേഷനിൽ ചില പിശക് അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇറാന്റെ ഈ ആണവശേഷി അതിനെ കൂട്ടിക്കാണിക്കുന്നതിന് തുല്യമായി മാറുന്നുമുണ്ട്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് തീവ്രവാദം സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ എന്നുള്ളതാണ്. ഇറാനെ പൂർണ്ണമായും ഇത്തരം ശാക്തീകരണത്തിൽ നിന്ന് ഇല്ലാതാക്കും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുമെന്ന സൂചന തന്നെയാണ് ട്രംപ് നൽകുന്നത്. ഇറാന്റെ എല്ലാ അവകാശവാദങ്ങളും തള്ളുന്നുണ്ട്. ഇതിനിടയിൽ ഇറാന്റെ പ്രതികരണമായി വരുന്നത് ഞങ്ങൾ തിരിച്ചടിക്കും, US ഇസ്രായേൽ സംയുക്താക്രമണത്തിന് തിരിച്ചടി നൽകും എന്നുള്ള ഇറാന്റെ ആദ്യ പ്രതികരണം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പല സ്ഥലങ്ങളിൽ കിഴക്കൻ പടിഞ്ഞാറൻ ടെഹ്റാനിലെ മൊബൈൽ ഫോൺ ലൈനുകൾ പലതും തകർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു പ്രതികരണത്തിലേക്ക് പോകുന്നത്. തുടർച്ചയായി രണ്ടാം ഘട്ട ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്ന പശ്ചാത്തലമുണ്ട്. അത് കരമാർഗവും കടൽ മാർഗവുമുള്ള ആക്രമണത്തിലേക്ക് അമേരിക്ക ഒരുപക്ഷെ കടന്നേക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് ദേശീയ സുരക്ഷാ കമ്മീഷൻ തലവൻ ഇബ്രാഹിം അസീസി ഈ യുദ്ധത്തിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇപ്പോൾ നിങ്ങളൊരു പാത തുറന്നിട്ടിരിക്കുകയാണ്, അതിന്റെ അവസാനം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഇതിനകം തന്നെ ഇറാനെ ആക്രമിച്ചത് ഇസ്രായേലുമായി സഹകരിച്ചാണ് എന്ന് അമേരിക്ക വ്യക്തമാക്കിയ സാഹചര്യം കൂടി പുറത്തു വരുന്നുണ്ട്. US ആക്രമണം നടക്കുകയാണ്. രണ്ടാം ഘട്ട ആക്രമണത്തിൽ വ്യാപകമായ തോതിൽ ഇറാന്റെ പല മേഖലകളിലും ആക്രമണം നടത്തും എന്ന് US മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോഴും സ്ഫോടന ശബ്ദങ്ങൾ ടെഹ്റാനിലടക്കം ഇറാന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഉണ്ടാകുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മഞ്ജുഷ്, ഒപ്പം തിരിച്ചടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയവും ഉണ്ടല്ലോ. ടെല്ലവീവിലും ഇങ്ങനെയുള്ള സ്ഫോടനങ്ങൾ കേട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ? എന്തായാലും അവിടെ ഇസ്രായേലിൽ മുൻകരുതൽ നൽകിയിട്ടുണ്ട്. അവിടെ അലാറം മുഴങ്ങുന്നുണ്ട്, ബങ്കറിലേക്ക് മാറുവാൻ ആളുകളോട് ആവശ്യപ്പെടുന്നുണ്ട്, സുരക്ഷിതരായിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. വ്യോമപാത ഇസ്രായേലും അടച്ചിട്ടുണ്ടല്ലോ. ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു തിരിച്ചടി അതിന്റെ സൂചന കിട്ടുന്നുണ്ടോ? ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഈ ആക്രമണം നടന്ന ഉടൻ തന്നെ ഉണ്ടായിരുന്നു. അത് ഇസ്രായേലിലേക്കായിരിക്കുമെന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ടെല്ലവീവിന്റെ ചില ഭാഗങ്ങളിൽ ചില സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത ഒരു വിവരമായി ഈ ഘട്ടത്തിൽ നമുക്ക് കരുതണം. കാരണം നമുക്കറിയാം, ഡിഫൻസ് സിസ്റ്റം നന്നായി ഉപയോഗിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അവരുടെ പലതരത്തിലുള്ള ഈ തിരിച്ചടി അവർ നേരത്തെ തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ ആ സമയത്ത് തന്നെ ഇസ്രായേൽ വക്താവ് പറഞ്ഞത് ഞങ്ങൾ തിരിച്ചടി പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളോട് പൂർണ്ണമായും ബങ്കറുകളിലേക്ക് മാറണം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യരുത്, പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ ഇസ്രായേൽ അടച്ച പശ്ചാത്തലം ഉണ്ടായിരുന്നു. ജനങ്ങൾ വിമാനത്താവളങ്ങളിലേക്ക് പോകരുത്, വ്യോമഗതാഗതം പൂർണ്ണമായും നിരോധിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ. സ്വാഭാവികമായും സംഭവിക്കുമെന്ന് മനസ്സിലാക്കണം. പക്ഷേ അങ്ങനെ ഒരു തിരിച്ചടി ഇസ്രായേലിലേക്ക് ഉണ്ടായാൽ ഏതാണ്ട് പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണിപ്പോൾ ട്രംപ് നേരത്തെ പറഞ്ഞു വെച്ചത്. അതായത് കരമാർഗവും ഒപ്പം കടൽ മാർഗവുമുള്ള ആക്രമണം. ഇപ്പോൾ വ്യോമമാർഗമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മറ്റ് 2 ഘട്ടങ്ങളുള്ള ആക്രമണം ഏത് നിമിഷവും അമേരിക്ക ആരംഭിക്കും. കാരണം അതിനുള്ള നമുക്കറിയാം, നേരത്തെ സന്നാഹങ്ങളെല്ലാം തയ്യാറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട
നിർമ്മലൊക്കെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ യുദ്ധസന്നാഹം പശ്ചിമേഷ്യയിൽ അമേരിക്ക ദിവസങ്ങളായി തന്നെ ഒരുക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ അത്യന്താധുനിക മിസൈൽ സംവിധാനങ്ങളടക്കം അവിടെ അമേരിക്ക ഒരുക്കിയ പശ്ചാത്തലം നമ്മൾ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇറാനെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അമേരിക്ക കടക്കുമെന്ന കാര്യം സംശയമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ലോകരാജ്യങ്ങൾ റഷ്യയും ചൈനയും അറബ് രാജ്യങ്ങളുമടക്കം ഇത്തരം ആക്രമണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അവരാരെങ്കിലും ഈ യുദ്ധത്തിൽ കക്ഷിയേറാൻ വന്നാൽ, ഇറാനുമായി സഹകരിക്കാൻ വന്നാൽ അത് മറ്റൊരു തലത്തിലേക്ക് ഇതിൻ്റെ വ്യാപ്തി വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും രണ്ടാം ഘട്ട ആക്രമണത്തിലേക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ ട്രംപ് നൽകുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസ് സമുച്ചയത്തിന് സമീപത്താണ് വളരെ കൃത്യമായി ആദ്യ സ്ഫോടനം ഉണ്ടായത് എന്നുള്ള വിവരം തന്നെയാണ്. ഈ സ്ഫോടനം ഉണ്ടായപ്പോൾ തന്നെ ഖമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഒപ്പം കിഴക്കൻ ടെഹ്റാനിലെ നിരവധി മേഖലകളിൽ ഇപ്പോഴും സ്ഫോടന ശബ്ദങ്ങൾ തുടരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ, US എംബസി അടക്കം എല്ലാ ഉദ്യോഗസ്ഥർക്കും ഷെൽട്ടർ ഇൻ പ്ലേസ് നടപ്പിലാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ അവർ പുറത്തേക്ക് വരാൻ പാടില്ല. അതായത് ഖത്തറിലൊക്കെ നമുക്കറിയാം, ഇറാൻ നേരത്തെ ഖത്തറിലെ അമേരിക്കയുടെ വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടത്തിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അവിടേക്ക് മറ്റൊരു വ്യോമാക്രമണം കൂടി അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. ജനലുകളും വാതിലുകളും അടച്ച് പുറത്തേക്കുള്ള യാത്ര മറ്റും ഒഴിവാക്കി ഔദ്യോഗിക നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കാൻ ഖത്തറിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് അമേരിക്ക നിർദ്ദേശിച്ച പശ്ചാത്തലമുണ്ട്. അതായത് രണ്ട് സ്ഥലങ്ങളിൽ, ഒന്ന് ഖത്തറിലും മറ്റൊന്ന് ഇസ്രായേലിലുമാണ് ആക്രമണം അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ ആ രാജ്യങ്ങൾ. ഇറാനെ നിലംപരിശാക്കും, ആയുധശേഷി നിർവീര്യമാക്കും എന്നുള്ള കടുത്ത മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്ത് വന്ന പശ്ചാത്തലം ഇതാണ്. തീവ്രവാദ രാഷ്ട്രമാണ് ഇറാൻ എന്നുകൂടി ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഏതായാലും രണ്ടാം ഘട്ട ആക്രമണം ആരംഭിച്ചാൽ അത് കൂടുതൽ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും. കരമാർഗവും കടൽ മാർഗവുമുള്ള ആക്രമണം ഉണ്ടാകും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ അമേരിക്ക പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ് മഞ്ജുഷ്. ഇനി മുന്നോട്ടുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. അത് ഇസ്രായേലിനും ഇറാനും നിർണായകമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. ഇറാൻ തിരിച്ചടിക്കുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ഇറാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന്. ഖമനയെ സുരക്ഷിതനാക്കിയ ശേഷമാണ് ഇറാന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ഇസ്രായേലിന് നേരെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഇസ്രായേലും അങ്ങനെ ആശങ്കപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ശക്തമായ സുരക്ഷാ സംവിധാനം, അത് ഇസ്രായേലാണ് ലോകത്തെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനമുള്ള രാജ്യം. അയൺ ഡോമുകൾ തയ്യാറായി കഴിഞ്ഞു. ആക്രമിച്ചത് അമേരിക്കൻ പോർ വിമാനങ്ങൾ എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇറാന് നേരെയുള്ള ആക്രമണം നടന്നത്, ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും ഇസ്രായേലിൽ നിന്ന് സ്റ്റീഫൻ ചേരുകയാണ്. സ്റ്റീഫൻ, എന്താണ് ഇപ്പോൾ ഇസ്രായേലും അതീവ സുരക്ഷയിലാണല്ലോ, അങ്ങനെയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ, എന്താണ് ഇസ്രായേലിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? താങ്കൾ എവിടെയാണുള്ളത്? ഞാൻ ഇസ്രായേലിൽ നമ്മുടെ ഗാസയായിട്ട് ചേർന്നുള്ള സ്ഥലത്താണ്. അവിടെ രാവിലെ ഒരു 8:30 മണിക്ക് ശേഷം അലാറം, പ്രതീക്ഷിക്കാതെ അലാറം വീണു. എന്താണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് പിന്നെ നമുക്ക് ഫോണിനകത്ത് IDFന്റെ മെസ്സേജ് വന്നു, ഇതൊരു ടെസ്റ്റ് അലാറമാണ്, ഒരു ജസ്റ്റ് പ്രിക്കോഷൻ, ഇന്നതാണ് വിഷയം എന്നുള്ള രീതിയിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.